എന്തായാലും ആ ഫ്ലെക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് അവസാനിച്ചിരിക്കുകയാണ്. രണ്ട് സ്ഥലങ്ങളിലും UDF LDF പ്രവർത്തകർ അണിനിരുന്ന് അവിടെ ഈ പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. ഇവിടെ എന്തായാലും ഈ കലാശക്കൊട്ടിലാണ് പല വെറൈറ്റികളും നമ്മൾ കാണുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റത്തിന് പല അത്ഭുതങ്ങളും വെറൈറ്റികളും ഉള്ളതുപോലെ ഇവിടെ നമുക്ക് മഞ്ഞ് വീണതുപോലെയാണ് ഇവിടെ ഈ കാണാൻ കഴിയുന്നത്. സോപ്പ് പത കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ്. പ്രവർത്തകരുടെ ദേഹത്ത് മുഴുവൻ ഇത്തരത്തിൽ ഈ സോപ്പ് പതയാണ്. അങ്ങനെ LDF അത്തരത്തിലൊരു എന്താണ് സോപ്പ് പതയാണ്, വെറൈറ്റി ആണോ? അതെ അതെ, ഇപ്രാവശ്യം നമ്മൾ എന്തുകൊണ്ടും വെറൈറ്റി ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഭയങ്കര ആവശ്യം തന്നെ. ഒന്നില്ല അമാരൊന്നും നോക്കി നമ്മൾ 10 വെക്കും. ചേട്ടാ ഇതെന്തോ ശരീരത്തിൽ ഇത് ഞങ്ങൾക്ക് തണുപ്പിന് അടിച്ചു വിട്ട് തന്ന വെറൈറ്റിയാണ് മൊത്തം. പുതിയ വെറൈറ്റിയാണ്. ഇത് പുതിയ വെറൈറ്റിയാണ്. ഈ വെറൈറ്റി ആയിട്ട് ജയിക്കൂ. ചൂടിനെ ഒഴിവാക്കാൻ 100% ജയിക്കും. ആവേശം അത് തന്നെയാണ്. ഒരു ഭാഗത്ത് വലിയ ആവേശത്തോടു കൂടി ആളുകൾ ഈ പ്രചാരണ പരിപാടിയുമായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും വെറൈറ്റി പ്രചാരണ വേലകളുമായി ആളുകൾ ഇങ്ങനെ പോവുകയാണ്. തൊട്ടിപ്പുറത്ത് നമുക്ക് BJP-യുടെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും NDA-യുടെയും വാഹനങ്ങൾ കാണാം. കലാശക്കൊട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കാണാം. ഇവിടെ എന്തായാലും ഈ വലിയ ഈ ഫ്ലെക്സ് യുദ്ധങ്ങളാണ് കാണുന്നത്. ഈ മുദ്രാവാക്യങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം വിളി, ഫ്ലെക്സ് യുദ്ധം, അതാണ് കാണുന്നത്. ആറന്മുളയിൽ അതിന്റെ സമാനമായ സാഹചര്യം മറ്റ് പലയിടത്തുമുണ്ട്. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിൽ വടകരയിലും നേരിയ സംഘർഷാന്തരീക്ഷം രൂപപ്പെടുന്നു എന്നതാണ്. ഇപ്പോൾ മാറ്റം ഉണ്ടാവും. മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ വലിയ ചോളത്തെ ജനങ്ങൾ മുഴുവൻ ആറന്മുളയിലെ ആവേശമാണ് കാണുന്നത്. വടകരയിൽ സംഘർഷം എന്ന റിപ്പോർട്ടുകൾ വരുന്നു. വടകരയിൽ വടം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട്